നല്ല കട്ടൻ ചായ കുടിക്കുക, തലവേദനയൊക്കെ മാറട്ടെ. എനിക്കൊന്നും വേണ്ട ഇപ്പൊ ഇത്. വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇന്നലെ നീ ഒന്നും കഴിച്ചില്ല. നീ ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുമോ? എനിക്കെല്ലാം ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടണില്ല. നീ എല്ലാം ശരിയായി എന്നാ വിചാരിച്ചേ, ദേ പിന്നെ എല്ലാം പഴയ പോലെയായി. ഞാനും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്തായാലും അവൻ കാണിച്ചത് ഭയങ്കര തെമ്മാടിത്തരം തന്നെ. ആ സിസിലി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ജോർജ് അവിടെ ഭയങ്കര കലിപ്പിലാണെന്ന്. ആ കൊച്ചിനെ ഇനി ആ വീട്ടിലോട്ട് കയറ്റൂലെന്ന്. അയാളുടെ മോളല്ല ഇനി എന്നൊക്കെ പറയണ്ടായിരുന്നു. അയാൾക്ക് അങ്ങനെ പലതും പറയാമല്ലോ. പക്ഷേ അവൻ നമ്മുടെ വീട്ടിലെ ചെറുക്കനല്ലേ, നമുക്ക് അങ്ങനെ വിടാൻ പറ്റൂ? നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ആര്? ടോമിനെ. എന്തിന്? എനിക്കൊന്ന് സംസാരിക്കണം. നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനാ? ഞാൻ സംസാരിച്ചോളാം, നീ വിളിക്ക്. அவன் கண்டம் கரகம் தோசை எதுவுமே கிடையாது. அவன் கண்ணெடு திஷ்டி நிறைய உண்டு. മളവി അമ്മ ഒരു നിമിഷം കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വരട്ടെ. ഫോൺ തരുമോ? പൈസ ഇല്ലല്ലോ. ജി പേ ഉണ്ടല്ലോ. പാസ്വേഡ് അറിയാലോ. ബാഗ് ഇരിക്കാണ്. ഇലവകൾ ഇത് കൈ കർത്താവേ, മമ്മിയാണല്ലോ. ഹലോ മമ്മി. മമ്മിയല്ല, ടോമിന്റെ പപ്പയാ. പപ്പ, ഞാൻ ടോമിന്റെ കൊടുക്കാം. വിളിക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാ മതി. ഒരു മിനിറ്റ് പപ്പ. കുറവില്ല. പപ്പ പപ്പ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. സംസാരിക്കും. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, അതിന് പറഞ്ഞിട്ട് കാര്യവുമില്ല. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് തിരിച്ചു കൊള്ളണമെന്ന് തന്നെയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ അല്ല, നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം. നമ്മളുടെ പപ്പ പറയുന്നത് പോലെ ഈ ബന്ധങ്ങളൊന്നും അങ്ങനെ അർത്ഥം വിളിച്ച് കളയാനുള്ളതൊന്നും അല്ല. എനിക്കത് ഇഷ്ടമല്ല, ഞാനൊട്ട് ചെയ്യേയില്ല. ഇവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ നോക്ക്. ഓക്കെ പപ്പ. ശരി ശരി. ടോമേ, ഇത് എന്ത് അത്ഭുതമല്ലാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട്? സന്തോഷമായില്ലേ ഗ്രേസി കുട്ടിക്ക്? പിന്നെ സന്തോഷമാവാതിരിക്കോ? ആണ്. എന്തായാലും നമ്മുടെ മക്കള് വീട്ടിലോട്ട് തിരിച്ചു വരുമല്ലേ. എന്നാലും നിങ്ങളാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ ഗ്രേസി, നീ ഇനി സെബാസ്റ്റിനെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എപ്പോഴും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. മക്കള് വേഗം ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു, കാണാൻ കൊതിയായിട്ട് വയ്യ. ഞാനേ ചെല്ലട്ടെ, അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചെല്ല്. നിങ്ങളും വാട്ട ഒന്ന്.